ഹലോ ഫ്രണ്ട്സ്, ഓൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാസ് ട്രബിളിന് പകരം പാസീവ് ടോൺ കൺട്രോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും ബാസ് ട്രബിൾ ബോർഡും പാസീവ് കൺട്രോൾ ബോർഡും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പാസീവ് ടോൺ കൺട്രോളിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. വലിയ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ചെറിയ രീതിയിൽ ബാസും ട്രബിളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണിത്. ഇതിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ സെക്ഷനൊന്നുമില്ല. ഇതിൽ കൊടുക്കുന്ന ഇൻപുട്ടിനെ കപ്പാസിറ്ററിൻ്റെ കൺട്രോളിൻ്റെ സഹായത്തോടുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് മെയിൻ ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമ്മളൊരു കോമൺ PCBയിൽ അസംബിൾ ചെയ്തിട്ട് ഒരു ആംപ്ലിഫയറിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിച്ചു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് ആവശ്യമായ കമ്പോണൻസ് എന്ന് പറയുന്നത് 100K 2 കൺട്രോള്, 1K5 2 റെസിസ്റ്റൻസ്, 100K 2 കൺട്രോള്, 104 2 പോളിസ്റ്റർ കപ്പാസിറ്റർ, 153 102 MFD പോളിസ്റ്റർ കപ്പാസിറ്റർ ഓരോന്നും, 2 MFD 63 വോൾട്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഒന്ന്, 6K 8 റെസിസ്റ്റൻസ് ഇല്ല, അതിന് പകരം 5K 6 ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ആക്റ്റീവ് ടോൺ കൺട്രോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ആവശ്യമായ കമ്പോണൻസ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്ക് സോൾവ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ആക്റ്റീവ് ടോൺ കൺട്രോൾ ബോർഡ് അസംബിൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ ആംപ്ലിഫയറിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ബ്ലൂടൂത്തിൻ്റെ ഔട്ട് ഡയറക്റ്റ് ആംപ്ലിഫയറിൽ കൊടുത്ത് കേൾക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ഇത് കൊടുക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡും ഒരു ബ്ലൂടൂത്ത് റിസീവറും മാത്രമേ ഉള്ളൂ. പിന്നെ ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ആണ്ട് ലെഫ്റ്റ് റൈറ്റ് വോളിയം കൺട്രോൾ. വേറെ ഒന്നും ബാസ് ട്രബിൾ അങ്ങൊന്നും ആഡ് ചെയ്തിട്ടില്ല അതിനകത്ത്. ആദ്യം ഇതിൽ പാട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ ആക്റ്റീവ് ടോൺ കൺട്രോൾ ബോർഡ് ഇതിൽ കണക്ട് ചെയ്തിട്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ബ്ലൂടൂത്ത് കണക്ട് ആയിട്ടുണ്ട്. ഇതിൽ സോങ് പ്ലേ ചെയ്യിച്ചു നോക്കാം. ഇനി നമുക്ക് ഈ നമ്മളുണ്ടാക്കിയെടുത്ത പാസീവ് ടോൺ കൺട്രോൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇത് ബ്ലൂടൂത്തിൻ്റെ ഔട്ടാണ്, ഇത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട്. ബ്ലൂടൂത്തിൻ്റെ ഔട്ട് കപ്പാസിറ്ററിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. നെഗറ്റീവ് വോൾട്ടേജിൽ നിന്ന് ഇതിലോട്ട്. അപ്പം ആക്റ്റീവ് ടോൺ കൺട്രോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം.
അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി വിശദമായി ബാസ് ട്രബിൾ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ.